അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നെന്താ സംഭവം? ഇന്ന് നമ്മൾ മേലപുരക്കൽ ഹോസ്പിറ്റലിൽ നോമ്പുതറ കേട്ടോ. എന്നാൽ കടുങ്ങല്ലൂരത്തെ ആതുര ശുശ്രൂഷ രംഗത്ത് 25 വർഷം പിന്നിട്ട് നമ്മൾ മേലപുരക്കൽ ഹോസ്പിറ്റലും അവിടുത്തെ മാനേജ്മെൻറ്റും കൂടിയിട്ട് നടത്തുന്ന നല്ല അടിപൊളി ഒരു ഇഫ്താർ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഏകദേശം 6:30 മണിയായി, നമുക്ക് ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫും ഇവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ കൂടിയിട്ട് ഫുള്ള് സാധനം സെറ്റാക്കാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാ സാധനമുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ നോമ്പുതറ എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഐറ്റംസും ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല. മാനേജ്മെൻറ്റ് ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സമൂഹ നോമ്പുതറയാണ്. കാരണം വെച്ചാൽ എല്ലാ വർഷവും ഒരു നടത്തുന്നതാണ് ഈ നോമ്പുതറ. കാരണം വെച്ചാൽ വർഷത്തിൽ ഇവിടുത്തെ രോഗികൾക്കും ഇവിടെ കൂട്ടിരിപ്പുകാർക്കും അതുപോലെ തന്നെ ഇവിടെ സ്റ്റാഫിനും അതുപോലെ തന്നെ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള എല്ലാ കടക്കാർക്കും ഒക്കെ ഇവിടെ ഒരു നോമ്പുറ ഒരുക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വ്യത്യസ്തമായ നോമ്പുതറാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ബീഫുണ്ട്, ചോറുണ്ട്, അതുപോലെ തന്നെ എല്ലാ സാധനവും ഉണ്ട്. നമ്മളെ കാര്യം എന്തായാലും നമ്മൾ ഈ ബിച്ചാപ്പു ഇതിന് എല്ലാ എങ്ങനെ നമ്മുടെ പരിപാടി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? എങ്ങനെയുണ്ട്? ഇതേ കൊല്ലത്തിൽ മേലപുരക്കൽ ഹോസ്പിറ്റലിൽ എല്ലാ രോഗികൾക്കും സാധനങ്ങൾ കൊണ്ട് നോമ്പറക്കാൻ എല്ലാ വർഷവും ഉണ്ടാക്കണം. അതുമാതിരി തന്നെ ഈ പ്രാവശ്യം വിപുലമായിട്ടാണ് ഈ പരിപാടി എടുത്ത് നിറച്ച ആളുകൾ നോമ്പറക്കാൻ ടൈമായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ വിഭവങ്ങളും കോഴി പൊരിച്ചത്, ബീഫ് ഉലത്തിയത്, ബിരിയാണി, ബത്തക്ക, സമൂസ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് ആളെ ക്ഷണിക്കുന്നുണ്ടോ? എല്ലാ ആൾക്കാരും വിളിക്കണം. ഇതേ പോകുന്ന യാത്രക്കാർ മുതൽച്ച് ഈ അങ്ങാടിയിലെ എല്ലാ ആൾക്കാരും ഞങ്ങൾ ക്ഷണിക്കും കേട്ടോ. ഷാഫിക്ക എങ്ങനെ നോമ്പുതറ എങ്ങനെയുണ്ട്? ഇത് പിടിച്ചോളി. പരിപാടി എങ്ങനെയുണ്ട്? പരിപാടി കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്, നല്ല ഉഷാറായി. എത്രയുള്ള പരിപാടി നമ്മൾ വെച്ചതെന്ന്? എത്രയുള്ള പരിപാടി വെച്ച്? ഇപ്പോൾ 300 ആളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 300-ലധികം ആളുണ്ട്. അപ്പോൾ സാധനമൊക്കെ സെറ്റായി. ഒക്കെ സെറ്റായി. എങ്ങനെയുണ്ട് സാഫിക്ക് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് തുടങ്ങി എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 2 വർഷമായിരുന്നു. 2 വർഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു കുറേ മുമ്പേ ഉണ്ടായത്? ഇവിടുത്തെ മാനേജ്മെന്റും ഡോക്ടേഴ്സൊക്കെ എങ്ങനെയുണ്ട്? മാനേജ്മെന്റും ഡോക്ടേഴ്സും എല്ലാം നല്ല സഹകരണം, നല്ല ഇതുമാണ് നമ്മളോടൊക്കെ. എല്ലാവരും സ്റ്റാഫും ഒക്കെ ഒരു അമ്മ ഒറ്റ മക്കളെ പോലെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഇല്ല, ഒക്കെ ഉഷാറാണ്. എല്ലാ ഉഷാറാണ്. നമ്മുടെ പരിപാടി ദമ്മാണ്. അമ്മാണ് ഇത് നമ്മൾ ഹോസ്പിറ്റലിലെ മാനേജർ ബിച്ചാപ്പു. എങ്ങനെയാണ് പരിപാടി? എങ്ങനെയുണ്ട് കേട്ടോ മനു? എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടിയൊക്കെ? ഉഷാറാണ്. അടിപൊളി. എങ്ങനെയാണ് സാധനമൊക്കെ സെറ്റായില്ലേ? സെറ്റ് ഇല്ലേ? നമ്മൾ എല്ലാ വർഷവും നടത്താറില്ല നമ്മുടെ പരിപാടി? എല്ലാ വർഷവും നടത്തും. എത്ര ആളെ മുന്നോട്ട് ഒരു 300-350 ആൾക്കാർ. 300-350 ആൾക്കാർ. മനു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളട്ടെ ഈ പരിപാടിക്കൊക്കെ. നമ്മുടെ മലയാളിയുടെ മോനും കൂടിയാണ്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു പരിപാടി നോമ്പുതറ വെക്കുക എന്ന് പറയുമ്പോൾ നോമ്പ് പറപ്പിക്കുക എന്ന് പറയുമ്പോൾ ആളുകളെ സംഘടിപ്പിച്ച് പറപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ. കേട്ടോ സുഖം എത്ര വർഷം സുഖം ഇവിടെ ഹോസ്പിറ്റലിൽ? ഞാൻ ഇവിടെ 20 വർഷം. 20 വർഷം കഴിഞ്ഞു. എങ്ങനെയാണ് ഇവിടുത്തെ അനുഭവങ്ങൾ? വളരെ നല്ല അനുഭവങ്ങളാണ്. നല്ല മാനേജ്മെന്റാണ്. ഞങ്ങൾക്ക് നല്ല എല്ലാവിധ മാനേജ്മെന്റാണ്. ഉഷാറാ. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്തിട്ട് നോമ്പ് തുറക്കാനുള്ള പരിപാടി നോമ്പ് തുറക്കല്ല. അപ്പോൾ എല്ലാ സാധനവും റെഡി കേട്ടോ. ഇപ്പോൾ പോയി കഴിച്ചോളൂ. ഇത് നമ്മളെ ഡോക്ടർ റോണി സാർ കേട്ടോ. അതുപോലെ ഇത് നമ്മളെ മീര മേഡം. കാരണം വെച്ചാൽ ഇവരൊക്കെ ഈ ഹോസ്പിറ്റലായിട്ട് ഏകദേശം ഒരു 25 വർഷത്തോളമായി ഈ ഹോസ്പിറ്റൽ സേവനം അനുഷ്ഠിക്കുന്നു. വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആണ് ഇവർക്കൊക്കെ. ഇവരെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നത്. ഡോക്ടർ ജഹാംഗീർ സാറ്, ഇവരും ഇവിടെ എത്ര വർഷം സാറേ നിങ്ങൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യണം? ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കൊല്ലമായി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടുത്തെ? ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മാനേജ്മെൻറ്റും നാട്ടുകാരാണ് ഏറ്റവും നല്ല ആൾക്കാർ. എല്ലാവരും നാട്ടുകാരല്ലേ? അടിപൊളിയാണ് സംഭവം. അടിപൊളിയാണ്. ഉഷാറാണ്. ഓ ഉഷാറാണ്. അപ്പോൾ നമ്മൾ നോമ്പുതറ എങ്ങനെ ഇന്നത്തെ? നോമ്പുതറയും ഉഷാറാണ്. അതിന് സംഘടിപ്പിച്ച മാനേജ്മെൻറ്റിന് പ്രത്യേക അഭിനന്ദനം. അതെ അതെ. മാഡം എങ്ങനെ നമ്മുടെ പരിപാടി ഇന്നത്തെ? അടിപൊളിയാണ്. എത്ര വർഷമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു? എത്ര മാഡം? ഇപ്പോൾ സാറ് പറഞ്ഞ 25 വർഷം. അതേപോലെ തന്നെ സാറ് കൂടെ തന്നെ നിങ്ങൾ വന്നു ഒരുമിച്ചല്ലോ വന്നു. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ പേഷ്യൻറ്റും ഇവിടെ വരുന്ന സ്റ്റാഫും അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം സ്നേഹമുള്ളവരാണ്. പിന്നെ നോമ്പുതറ എല്ലാ വർഷവും ഒരുക്കാറുണ്ടല്ലോ, അതിന് മാഡത്തിന് ഇത് പറയാനുണ്ട്? അത് ഇത്രയും സാഹോദര്യത്തിന്റെ ഒരു തെളിവ് വേറെ ഉണ്ടോ? അതെ, മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം എല്ലാവരും കോർത്തിണക്കിക്കൊണ്ടില്ലേ? പ്രത്യേകിച്ച് ഇപ്പൊ ഈ യുദ്ധാന്തരീക്ഷത്തിൽ നമ്മളൊരു ഇതല്ലേ, മാതൃകയല്ലേ എല്ലാവർക്കും. പിന്നെ മാഡത്തിന് ഇപ്പോൾ 25 വർഷമായിട്ടും ഇവിടുന്ന് ഇപ്പോൾ വിട്ടുപോകാൻ തോന്നുന്നില്ല നാട്ടുകാരൊക്കെ പറഞ്ഞേക്കാം. ശരിയാണോ? ശരിയാണ്. നാട്ടുകാർ ഭാഗമായി. മാനേജ്മെന്റ് എങ്ങനെയുണ്ട് മാഡം? മാനേജ്മെന്റ് അടിപൊളിയല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. അതെ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർ നിൽക്കുമോ? അതെ അതെ, ശരിയാണ്. കാരണം വെച്ചാൽ മാനേജ്മെന്റും നാട്ടുകാർ അതുവരെ ഇവിടെ സ്റ്റാഫും ഒക്കെ വളരെ അടിപൊളിയാണ്. എല്ലാവരും അടിപൊളിയാണ്. മാഡത്തിന്റെ ഇപ്പോൾ ഈ ഒരു എതിരെയുള്ള ജസീന ഹോട്ടലും അടിപൊളിയാണ്. മാഷാഅല്ലാ നമ്മുടെ സ്ഥാപനമാണ് ജസീന ഹോട്ടലിൽ. അതാണ് മാഡം പറഞ്ഞത്. മാഡത്തിന് അറിയാം ഇവിടെ ഒരുപാട് വർഷമായപ്പോൾ മാഡം വർക്ക് ചെയ്യണം. അതിലുപരി ഇവിടെ ഒരുപാട് സ്ഥലത്ത് നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എല്ലാ ദിക്കുന്നും ഇവിടെ ആളുകൾ വരാറുണ്ട്. ഇവിടെ പ്രസവത്തിന് വരാറുണ്ട്. മാഡത്തിന് എന്ന് പറഞ്ഞാൽ ഈ പ്രസവത്തിന്റെ കാര്യത്തിൽ മാഡം വളരെ അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും മാഡം താങ്ക്സ്, ഉഷാറായി. സാറേ എന്തായാലും താങ്ക്സ് ഉണ്ട്. നമ്മളെ പരിപാടി ഉഷാറായി, അടിപൊളി. താങ്ക് യു സോ മച്ച്. ഷാദെ നമ്മളെ പരിപാടി ഉഷാറല്ലേ? എങ്ങനെയുണ്ട്? എന്തെങ്കിലും കമ്മിയുണ്ടോ? കുറവുണ്ടോ? ഒന്നും കുറവില്ല. പരിപാടി അടിപൊളിയായിട്ടില്ലേ?
അപ്പോൾ കുറേ ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫാട്ടോ അല്ലേ? നിങ്ങളുടെ കൊല്ലത്തല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ ഈ നോമ്പുതരൊക്കെ ഹോസ്പിറ്റൽ നോമ്പുതരൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഉഷാറായിണോ? ഇഷ്ടപ്പെട്ടോ? എത്ര വർഷമായി ഇവിടെ ജോലിയാണ്? 2 വർഷമായി. നമ്മൾ നോമ്പുതറ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം 350ഓളം സീറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവർ. ഈ സീറ്റൊക്കെ ഫുള്ളായി. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഇവിടെ വെക്കണം എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ കേട്ട് കാണും ഇവിടുത്തെ ഡോക്ടേഴ്സ്, ഡോക്ടർ മീര, അതുപോലെ തന്നെ ഡോക്ടർ റോണി സാറൊക്കെ നമ്മളോട് പറയുന്നത് ഈ ഒരു നാട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായം അവർക്കില്ല കേട്ടോ. എന്നുവെച്ചാൽ സാധാരണക്കാരെ മാതിരിയാണ് ഇവരൊക്കെ എല്ലാവരോടും പെരുമാറൽ. അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പുതറ ഇങ്ങനെ അതിൻ്റെ ഒരു പിരിമുറക്കത്തിനാണ് ഇപ്പം ഇത് നോമ്പുതറ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. ആ തലക്കെ അതാ ഇവിടെയൊക്കെ എവിടെയൊക്കെ സീറ്റിലങ്ങനെ അവിടെയൊക്കെ സീറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പ്രാവശ്യം ഇതിൽ വ്യത്യസ്തമായിട്ട് നല്ലൊരു നോമ്പുറ നടക്കും.